ഹിജാബ് എന്ന് പറയുന്നതായ സാധനത്തിന് ഇവര് കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുത്തൊരു സാധനമാണ് ഈ പർദ എന്ന് പറയുന്നത്. ഒരു മുസ്ലിം സ്ത്രീ ശിരോവസ്ത്രം ധരിക്കണമെന്നും പർദ ധരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞ ഒരായത്തുമില്ല. അതേസമയം ഹിജാബിനെ കുറിച്ച് 7 ആയത്തുകൾ പറയുന്നു. 7 ആയത്തിൽ ഹിജാബിനെ കുറിച്ച് പറയുന്നു. അത് ഒന്നൊഴിച്ച് ബാക്കി 6 സ്ഥലത്തും സ്ത്രീകളോട് ബന്ധപ്പെട്ടല്ല മറ്റു പല കാര്യങ്ങളോടാണ്. ഉദാഹരണത്തിന് നിസ്കരിക്കുമ്പോൾ ആരും മറവായിട്ട് വരാതിരിക്കാനുണ്ട്. അപ്പൊ ആ മറവിന് കൊടുത്തിരിക്കുന്ന ഹിജാബ്. അങ്ങനെ ഓരോ സംഗതികളും സ്ത്രീകളുമായിട്ടല്ലാതെ മറ്റു പല വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഈ ഹിജാബ് വരുന്നത്. ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ ഹിജാബ് വരുന്നത്. അത് വാസ്തവത്തില് ഈ ഇവരുദ്ദേശിക്കുന്ന പോലെ പർദയല്ല. പർദ എന്ന് പറയുന്ന അറബി വേടേ അല്ല. ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ പർദയും തൗഹീദും അതുപോലെ തന്നെ ഈ അഹദും ഒക്കെ അള്ളാഹുവിന്റെ മേത്ത് കൊണ്ട് ഒട്ടിച്ചു വെച്ച. ഇപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമുണ്ട്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏക ദൈവമാണെന്ന് ബൈബിൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ത്രിയേക ദൈവത്തെ പുച്ഛിക്കുന്ന ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഈ സാധനങ്ങളൊക്കെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി പരിശോധിക്കുമ്പോൾ ഇവരുടെ വിശ്വാസത്തിന്റെ ചീട്ടുകൊട്ടാരം തകർന്നടിയുക മാത്രമല്ല, ഇവരുടെ പാവപ്പെട്ട വിശ്വാസികളൊക്കെ തന്നെ തങ്ങളെ ഈ മതപണ്ഡിതന്മാർ കബളിപ്പിച്ചു, ദീർഘകാലം വഞ്ചിച്ചു എന്നുള്ള വസ്തുതയും കൂടി ഇവിടെ പുറത്തു വരും. മനസ്സിലാകുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 28:20 യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ക്രിസ്തു പറയുമ്പോൾ തന്നെ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം അല്ലെങ്കിൽ ആ ത്രിയേക ദൈവത്തെ കുറിച്ച് ബൈബിൾ തന്നെയാണ് പുറത്തുവിടുന്നത്. ബൈബിളിലാണ് അത് കാണുന്നത്. പക്ഷെ ഇങ്ങനെ പരാമർശം ഖുർആനിലില്ല. അഹദിനെ കുറിച്ചോ തൗഹീദിനെ കുറിച്ചോ പർദയെക്കുറിച്ചോ. പർദ നമ്മുടെ വിഷയം അല്ലാത്തത് ഞാനത് അല്പസമയത്തേക്ക് മാറ്റിവെക്കാം. അലക്സ് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ ആദ്യം തൊട്ടതിന് ശേഷം അഹദിലേക്ക് കയറി ഈ അഹദ് കൂടെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ പഴയകാല അവസ്ഥ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ സിജോപാസ് പറഞ്ഞ പോലെ തന്നെ അള്ളാഹു ഇതൊന്നും അറിഞ്ഞില്ല, മലക്കും അറിഞ്ഞില്ല. ഇത് കാലക്രമേണ ഇങ്ങനെ ആക്കി അള്ളാഹുവിന്റെ പേരിൽ ഒട്ടിച്ചു വെച്ചതായ ഒരു വസ്തുതയാണെന്നുള്ള കാര്യം ഞാൻ തീർത്തും പറഞ്ഞു തരാം. ആദ്യമായിട്ട് തൗഹീദ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. തൗഹീദം പദം ഖുറാനികമല്ല. അതായത് ഈ അള്ളാഹു എന്ന ദൈവത്തിന്റെ സത്ത എന്താണെന്ന് ഖുർആൻ പറയുന്നില്ല. അതൊരു വിഗ്രഹബിംബമാണ്. സിജോബാസ് പറഞ്ഞ പോലെ അതൊരു വിഗ്രഹബിംബമാണ്. ഈ ക്ഷേത്രത്തിനകത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബമായതുകൊണ്ട് തന്നെ സത്തയില്ല. ഈ സത്ത ഇല്ലാത്തത് തന്നെ ഇസ്ലാം മത വിശ്വാസികളിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വിശ്വാസത്തെ അത് പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട്. കാരണം ഈ പ്രവാചകന്മാരെല്ലാം ഇങ്ങോട്ട് അയച്ച് അന്ത്യപ്രവാചകനായിട്ട് മുഹമ്മദ് വന്നു. എല്ലാ കാര്യങ്ങളും ഈ കിതാബിനകത്ത് എഴുതി വേറെ മറ്റ് കിതാബുകളൊക്കെ തന്നെ അസാധുവാക്കപ്പെട്ടു. ഇത് മാത്രമാണ് സാധൂകരിക്കപ്പെട്ട ഗ്രന്ഥം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ അള്ളാഹുവിന്റെ വ്യക്തിത്വം, അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ സത്യം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട ഒരു ചുമതല ഈ അള്ളാഹുവിനുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മീഡിയേറ്ററായ മലക്കിനുണ്ട്. പക്ഷെ അത് ഖുർആനിൽ എങ്ങുമില്ല. അപ്പൊ ഈ സത്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തൗഹീദിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കേണ്ടത്. എന്താണ് അള്ളാഹുവിന്റെ സത്ത? അക്ബർ എഴുതിയ ക്രൈസ്തവ ദൈവസങ്കല്പം നിത്യ യാഥാർത്ഥ്യം എന്ന പുസ്തകത്തിൽ അക്ബർ പറയുന്ന ഇങ്ങനെ, അവിടെ ശുദ്ധ പരിശുദ്ധ ത്രിത്വത്തെ ആക്ഷേപിച്ചതിന് ശേഷം ഇദ്ദേഹം അള്ളാഹെ കുറിച്ച് പറയുന്നതായ ഒരു കോമഡി വേണേ കേട്ടോ. ഇതാണ് അള്ളാഹുവിന്റെ സത്തയെ സംബന്ധിച്ച് ഇവരുടെ വീക്ഷണം അല്ലെങ്കിൽ ഖുർആൻ പറയുന്നത്. ഞാനത് അതുപോലെ തന്നെ വായിക്കാം. പേജ് 19-ാമത്തെ പേജിൽ ഇങ്ങനെ വായിക്കുന്നു: അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പദാർത്ഥാതീതമായ സത്ത എങ്ങനെയാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ സത്തയുടെ രൂപവും ഭാവവും ഇന്നിന്റെ മാതിരിയാണെന്ന് വിശ്വസിക്കുവാൻ മനുഷ്യൻ സാധിക്കില്ല. അതുകൊണ്ട് ഇസ്ലാം അള്ളാഹുവിന്റെ സത്തയുടെ രൂപഭാവങ്ങളിലുള്ള വിശ്വാസം മോക്ഷത്തിനുള്ള അനിവാര്യമായ കാര്യമായി എണ്ണാതിരുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായത്. അവൻ സത്തയിൽ ഏകനെന്ന് വിശ്വസിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അള്ളാഹു സത്തയിൽ ഏകനെന്ന് വിശ്വസിച്ചാൽ മതി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടോണം. ഈ തൗഹീദ് എന്ന് പറയുന്ന ഈ സത്തയിൽ ഏകനാന്ന് വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ സത്ത എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഈ ആള് ഏകനാണോ ബഹുത്വം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ സത്തയിൽ ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതി എന്നുള്ളതായ ആ ഒരു വീക്ഷണം പാവപ്പെട്ട സാധുക്കളായ മുസ്ലിങ്ങളുടെ മേൽ ഇട്ട് കൊടുത്ത് അതുങ്ങൾ അതൊന്നും വിശ്വസിക്കുക. അങ്ങനെ അത് വിശ്വസിക്കാനാണ് നമ്മുടെ ചർച്ചയ്ക്ക് വരുന്നത്. പാവപ്പെട്ട സാധുക്കളായ മുസ്ലിം ചെറുപ്പക്കാർ ദയനീയമായി പരാജയപ്പെടുക. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ അവർ വന്ന് തുറക്കുന്നതിന് മുമ്പേ അവർക്ക് പരാജയപ്പെട്ടവർ പുറത്തു പോവുക. കാരണം എന്താണ്? ഈ മണ്ടം ആശയങ്ങൾ ഇവർ പഠിപ്പിച്ചു വെച്ചത് അവർ വെള്ളം പെറാതെ വിഴുങ്ങി. അല്ലാതെ അവർ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. അപ്പം സത്ത ഇല്ലാത്തതായ ഒന്നിനെ കുറിച്ചാണ് ഇവർ ഏകനെന്ന് പറയുന്നത്. സത്ത ഉണ്ടെങ്കിലല്ലേ ഈ ആൾ ഏകത്വമുള്ള ആളാണോ അല്ലെങ്കിൽ ബഹുത്വം ഉണ്ടോ എന്ന് അറിയത്തുള്ളൂ.
എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ തൗഹീദ് എന്ന പദത്തെ കുറിച്ച് 2002 പുറത്തിറക്കിയ ഖുറാന്റെ ഒരു വിശേഷാൽ പതിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേജ് 61 ജമാൽ മൗലവി മലപ്പുറം എഴുതിയിരിക്കുന്നത് ഞാൻ അതുപോലെ തന്നെ വായിക്കാം. അപ്പൊ നമ്മുടെ അലക്സ് ചോദിച്ചതിന് ഉത്തരവ് അലക്സ് ശ്രദ്ധിച്ച് കേൾക്കുക, അലക്സ് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പേജ് 61 ഇങ്ങനെ പറയുന്നു: അള്ളാഹുവിന്റെ അതുല്യതയെയും അദ്വിതീയതയെയും ഏകത്വത്തെയും കുറിക്കുന്ന സർവാംഗീകൃതമായ സാങ്കേതിക സംജ്ഞയാവുന്നു തൗഹീദ്. തനത് രൂപത്തിൽ ഖുർആൻ ഇല്ലാത്ത ഈ പദം മതമീമാംസകരുടെയും വേദശാസ്ത്രിമാരുടെയും സംഭാവനയാണ്. കേട്ടോ അലക്സ് ബ്രദർ, കേട്ടല്ലോ? ഈ പദം, ഈ അള്ളാഹുവിന് ഇവർ ചാർത്തി കൊടുത്ത തൗഹീദ് എന്ന പദം ഖുറാനികമല്ല. അതാരുടെ സംഭാവനയാ? മതമീമാംസകന്മാരുടെയും വേദശാസ്ത്രിമാരുടെ സംഭാവനയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ അദ്വിതീയത, അള്ളാഹുവിന്റെ ഏകത്വം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അതുല്യത. ഇതാണ് അത് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ സാധനം ഖുറാനികമല്ല, ഖുറാനിലില്ല. ഇത് പുറത്തു നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഖുറാനകത്തതില്ല, അള്ളാഹുവിന്റെ മേൽ ചാർത്തി കൊടുത്ത. മനസ്സിലായോ? നമ്മള് ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേനും തൗഹീദ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ആന പോലെ ഏതാണ്ട് ഭയങ്കര സംഭവം ഇവർ പറഞ്ഞത്. പക്ഷെ ഈ സാധനം ഖുറാനിൽ ഇല്ലാത്തതാണ്, പുറത്തു നിന്നുള്ളത്. ഇവര് അള്ളാഹുവിന് ഘടിപ്പിച്ചു കൊടുത്തതായ പദപ്രയോഗമാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകമാക്കുക എന്നാണ്. ഏകൻ എന്നുള്ളതല്ല, ഏകമാക്കുക. കാരണം ഈ പദം പുറത്തുനിന്ന് വന്നതാ. ക്ഷേത്രത്തിലിരുന്ന കാബാക്ഷേത്രത്തിലിരുന്ന അള്ളാഹുവിനെ ഏകനാക്കുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. കാരണം അവിടെ ബഹുത്വങ്ങളിൽ ഒന്നാണ് ഈ അള്ളാഹു എന്നുള്ള കാര്യം. അഹദിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അഹദിനെ കുറിച്ച് ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോഴത്തേന് ഈ തൗഹീദ് എന്ന് പറയുന്ന പദം കൊണ്ട് വെക്കുന്നത് എന്താണ്? ഒന്നാക്കുക, ഒരുവനാക്കുക, അല്ലെങ്കിൽ ഏകനാക്കുക എന്നാണ്. അപ്പൊ തൗഹീദ് പുറത്തു നിന്ന് വന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അഹദിനെ കുറിച്ച് പറയാം. നമ്മള് ഈ അഹദ് ഈ പദത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്ന ഒരു പദമാണ്. അവരുടെ തുറുപ്പ് ചീട്ടാണ് അഹദ് എന്ന് പറയുന്നത്. അതിനവർ ഉദ്ധരിക്കുന്നത് സൂറത്ത് ഇഖ്ലാസ്, അതായത് 112 സൂറയുടെ 1-ാം വാക്യമാണ്. അവിടെ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നാണ് 1-ാമത്തെ ആയത്ത് കാണുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: പറയുക, അവനാണ് അള്ളാഹു, അവൻ ഏകനാണ്. അള്ളാഹു ആരെ ആശ്രയിക്കാത്തവനാണ്, എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവൻ. അവൻ പിതാവ് പുത്രനോ അല്ല, അവൻ തുല്യനെ ആരുമില്ല. ഇതാണ് വിദ്യാസമ്പന്നരെന്ന് പറയുന്ന പണ്ഡിതന്മാർ തുടങ്ങി വിദ്യാവിഹീനരായ സാധുക്കളായ ആളുകൾ വരെ എടുത്തുകൊണ്ട് വരുന്ന ഒരു സൂറയാണിത്. നമ്മുടെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് എവിടെയെങ്കിലും ഒരു പെട്ടെന്ന് ചാടി എടുത്തുണ്ടോ? അള്ളാഹുരു പുത്രനില്ല, മകനില്ല, അള്ളാഹു ആരും ജനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേന് പാവപ്പെട്ട സാധാരണക്കാരാണ് ചോദിച്ചു ഇത് ഭയങ്കര സംഭവമായിരിക്കും. ഇനി കേട്ടണം, ഈ വാക്കിനകത്ത്, അതായത് ഈ 1-ാം വാക്യത്തിലാണ് ഈ അഹദ് എന്ന് പറയുന്ന പദം കിടക്കുന്നത്. കുഫുവൻ അഹദ്, മനസ്സിലാകുന്നുണ്ടോ? ഈ കുഫുവൻ അഹദിനെ കുറിച്ച് ഇനി പണ്ഡിതന്മാര് പറയുന്നത് എന്താണെന്നും കൂടെ നിങ്ങൾ കേൾക്കണം. അപ്പോഴാണ് ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യമായി നിങ്ങൾ കേട്ടല്ലോ, ഈ തൗഹീദ് എന്ന് പറയുന്ന ഖുറാനികമല്ല, പുറത്തു നിർത്തുകൊണ്ട് വന്ന് അള്ളാഹുവിനെ ഏകമാക്കാനായിട്ട് ഉപയോഗിച്ചൊരു വേടാണ് തൗഹീദ് എന്നുള്ളത്. രണ്ടാമത് അഹദ്, അതിനോട് തത്തുല്യമായ മറ്റൊരു പദമാണ്. ഈ പദത്തെ കുറിച്ച് അബൂ അല്ല മൗദൂദി അദ്ദേഹത്തിന്റെ ഖുറാൻ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഞാനത് അതുപോലെ തന്നെ വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ഖുറാന്റെ വ്യാഖ്യാനം ഈ 112-ാം സൂറയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നതായ നോട്ട്സ് ഇങ്ങനെയാണ്: ഈ വാക്യത്തിൽ അള്ളാഹുവിനെ അഹദ് എന്ന് വിശേഷിപ്പിച്ചത് അറബി ഭാഷയിൽ ഈ പദത്തിന്റെ അസാധാരണമായ പ്രയോഗമാണ്. സാധാരണഗതിയിൽ ഈ പദം മറ്റൊന്നിനെ അതിനോട് ഘടിപ്പിച്ചുകൊണ്ടോ അതിനെ മറ്റൊന്നിനോട് ഘടിപ്പിച്ചുകൊണ്ടോ ആണ് ഉപയോഗിക്കുക. ഉദാഹരണം, ആഴ്ചയിലെ പ്രഥമ ദിവസം, നിങ്ങളിൽ ഒരാളെ അയക്കുക. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ഈ പ്രയോഗങ്ങൾക്കല്ലാതെ അറബി ഭാഷയിൽ ഈ പദം ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ വിശേഷണമായി ഉപയോഗിച്ചതിന് ഉദാഹരണം കാണിക്കുക. ഖുർആന്റെ അവതരണ ശേഷം ഈ പദം അള്ളാഹുവിന്റെ സത്തയുടെ ഗുണനാമമായി ഉപയോഗിച്ചു പോകുന്നു. മനസ്സിലായോ? അതായത് ഈ പദത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ മുഹമ്മദിന്റെ ജനനത്തിന് മുമ്പ്, ഇസ്ലാമിന് മുമ്പ് ഈ പദം എന്തിനെയാണ് ഉപയോഗിക്കുന്നത്? ഈ പദം മറ്റൊന്നിനെ അതിനോട് ഘടിപ്പിച്ചുകൊണ്ടോ അതിനെ മറ്റൊന്നിനോട് ഘടിപ്പിച്ചുകൊണ്ടോ ആണ് ഇത് ഉപയോഗിക്കുക. അതായത് ആഴ്ചയിലെ പ്രഥമ ദിവസം, അപ്പൊ ആഴ്ച എത്ര ഉണ്ട്? 7 ദിവസം. 7 ദിവസത്തിലെ 7 ദിവസങ്ങളിൽ ഒരു ദിവസത്തിന് പറയുന്ന അഹദെന്നാ. അപ്പൊ അവിടെ ബഹുത്വം വന്നില്ല, 7-1 കേട്ടോ. അതുപോലെ അദ്ദേഹം എക്സാമ്പിൾ പറയാണ്, നിങ്ങളിൽ ഒരാളെ അയക്കുക, അതിന് പറയുന്ന അഹദെന്നാണ്. അപ്പൊ നിങ്ങളിൽ ഒരാളെ അയക്കുക എന്ന് പറയുമ്പോൾ ബഹുവചനമായി. നിങ്ങളെന്ന് പറയുമ്പോഴത്തേന് 5 പേരോ 10 പേരോ അത് 100 പേരോ എത്ര പേരോ കാണാം, അതിലൊരാൾക്ക് കൊടുക്കുന്ന വേടാണ് ഈ അഹദ് എന്ന് പറയുന്നത്. അതായത് അഹദ് എന്ന് പറഞ്ഞാൽ
അനേകരിൽ ഒരുവൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അപ്പം ഇസ്ലാമിന് മുമ്പ് അങ്ങനെ കിടന്നതായ ആ വാക്കിനെ എടുത്തുകൊണ്ടുവന്ന് ഇസ്ലാം ആവിർഭവിച്ചു കഴിഞ്ഞപ്പോൾ, അള്ളാഹുവിനെ ഒരു ദൈവമാക്കി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പള്ളക്ക് കൊണ്ടുവന്ന് ഈ പദവും കൊണ്ട് ഒട്ടിച്ചു വെച്ചു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ പദവും പുറത്തു നിന്ന് വന്നതാണെന്നും ഇത് ബഹുത്വങ്ങളിൽ ഒന്നാണെന്നും അനേകരിൽ ഒന്നാണെന്നും അനേക എണ്ണങ്ങളിൽ ഒന്നിനെ കുറിക്കുന്നതിനാണ് അഹദ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ ഈ രണ്ട് പദങ്ങളും ഖുറാനുമായിട്ടോ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പുറത്തു നിന്ന് അള്ളാഹുവിന്റെ മേൽ ചാർത്തിയതാണ്. എന്നിട്ടാണ് ഈ സുഹൃത്തുക്കള്, ഈ അക്ബറിനെ പോലെയുള്ളവര് ബൈബിളിനകത്തേക്ക് വന്ന് ബൈബിളിനെ മാന്തിപ്പറിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞപ്പോൾ ദൈവം ത്രിയേകനാണെന്നുള്ള ബൈബിളെ വെളിപ്പെടുത്തിയേക്കുന്നത്. അങ്ങനെ ഒരു വെളിപ്പാട് ഈ അഹദിനെ കുറിച്ചോ തൗഹീദിനെ കുറിച്ചോ ഖുറാനിലില്ല. ബൈബിൾ എന്ത് കൃത്യമായി ആ ബൈബിൾ പറഞ്ഞിരിക്കുന്നതായ സത്യത്തെ പിച്ച് ചീന്തി ആക്ഷേപിച്ച് അവമാനിച്ച് നിങ്ങൾക്ക് മൂന്ന് ദൈവമുണ്ടോ, ഞങ്ങളത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേന് നിങ്ങൾ ദയവ് ചെയ്ത് ഈ വക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരോട് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ ഭാഗങ്ങളെല്ലാം തന്നെ അവരുടെ പണ്ഡിതന്മാരാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഈ അഹദ് എന്ന് പറഞ്ഞാൽ അനേകരിൽ ഒരുവനെന്നാകുന്നു, ബഹുത്വങ്ങളിൽ ഒന്നിനാ കുറിക്കുന്നതാകുന്നു അഹദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ മതമീമാംസകന്മാരും വേദശാസ്ത്രിമാരും നൽകിയ സംഭാവനയാണ്, ഖുറാനികമല്ല എന്ന് അവരുടെ മൗലവിമാർ പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ പിന്നെ നിങ്ങൾക്ക് മറ്റു മതഗ്രന്ഥങ്ങളിൽ പ്രവേശിച്ച് മറ്റു മതവിശ്വാസത്തെയോ മറ്റൊന്നിനെ വിമർശിക്കുവാനായിട്ട് ധാർമ്മികമായ അവകാശം ഇസ്ലാമിസ്റ്റുകൾക്ക് ഇല്ല എന്ന വസ്തുതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു ടോപ്പിക്കിലേക്ക് വരാൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് പുള്ളി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ അള്ളാഹെ സംബന്ധിച്ച് അള്ളാഹ് ഖുറൈശികളുടെ ക്ഷേത്രമായ കാബ ക്ഷേത്രത്തിലെ ബഹുദൈവങ്ങളിൽ ഒന്നാണ് അള്ളാഹ്. അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ലാത്തിയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തിയുണ്ട്. അത് സൂറത്ത് നജ്മ 19-20 കാണാം. ലാത്തിയെയും മുസ്സയെയും മനാത്തിയെയും കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്ന ആയത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 3 മക്കളുടെ വാപ്പയായി അള്ളാഹു നിരവധി കുട്ടുദൈവങ്ങളോടുകൂടെ ഈ ക്ഷേത്രത്തിനകത്തിരിക്കുകയായിരുന്നു. മനസ്സിലായോ? ആ ക്ഷേത്രത്തിനകത്ത് ഒരുപാടെണ്ണം ഇരിപ്പുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നത് ഹുബലുണ്ട്, അതുപോലെ ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തിയുണ്ട്, അസാബുണ്ട്, നായിലത്തുണ്ട്, ഉദ്, സുവാഗ്, യവൂസ്, യവൂക്ക്, നസർ, ഇബ്രാഹിം, ഇസ്മയിൽ എന്ന് വേണ്ട 360 ആ ക്ഷേത്രത്തിനകത്തുണ്ടെന്ന് ഖുറാൻ 53-19-20 വാക്യങ്ങളിൽ, 71-23, ബുഖാരി 784, അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ വിവരണം വോളിയം 8 പേജ് 5236 തുടങ്ങിയ ഭാഗങ്ങളിൽ ഈ ക്ഷേത്രത്തിനകത്ത് അള്ളാഹുവിനോട് കൂടെ ഇരിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ മൂപ്പരെ സംബന്ധിച്ച് അതിനകത്ത് ഒന്നിച്ചിരിക്കുകയായിരുന്നു ഇഷ്ടം. ഉണ്ടോ? ആ സാധനത്തെ പിടിച്ച് മുഹമ്മദ് പുറത്തിറക്കി എന്ത് ചെയ്യാൻ പോയി? ഒരു ദൈവമാക്കാനായിട്ട് പോയി. മനസ്സിലായോ? അപ്പം ഇദ്ദേഹം എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഈ ബഹുദൈവങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പ്രത്യേകം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ ബഹുദൈവങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? അവിടെ നിരവധി ബലികർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. അതായത് ഈ ക്ഷേത്രത്തിനകത്ത് നിരവധി ഈ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന വിഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കുവാനായിട്ട് ബഹുദൈവങ്ങൾക്കുള്ള മൃഗബലി അവിടെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ മനുഷ്യബലി, നരബലി അവിടെ നടന്നുകൊണ്ടിരുന്നു. ഈ വസ്തുതയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴൊക്കെ അള്ളാഹു അവിടെ ഉണ്ടോ? ഈ അള്ളാഹുവിനെയും മറ്റിതര ബിംബങ്ങളെയും അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ മനുഷ്യർ എന്ത് ചെയ്യും? അവിടെ ബലി നടത്തുമായിരുന്നു, മൃഗബലി നടത്തുമായിരുന്നു. അപ്പോൾ തന്നെ മൃഗബലി നടക്കുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ നരബലിയും അവിടെ നടന്നിരുന്നു. ഞാനതിന് തെളിവ് തരാം. നമ്മുടെ അലക്സ് സംസാരിക്കട്ടെ. അലക്സ് ബ്രദർ ഉണ്ടോ? അലക്സ് ബ്രദർ, ഹലോ, അലക്സ് ബ്രദർ ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ പഴയ സ്നേഹിതൻ ഇസ്മയില് സംസാരിക്കുക. ഇസ്മയില്, ഞങ്ങളിവിടെ സംസാരിച്ച വിഷയങ്ങൾ താങ്കൾ കേട്ടല്ലോ. ഈ അള്ളാഹുവിന് പരിചയമില്ലാത്ത ഒരു സംഗതിയാണ് തൗഹീദ്. ഈ തൗഹീദിനെ പുറത്തു നിന്ന് കയറ്റുമതി ചെയ്തതാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഞങ്ങളോട് സംസാരിച്ചു. ഈ വിഷയത്തെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കും പ്ലീസ്. ഇവിടെ ഇസ്ലാമികമായിട്ട് തൗഹീദ് എന്ന് പറയപ്പെടുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് തൗഹീദ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അവൻ ഏകനാണ് എന്നുള്ളതാണ്. ഏകനാവട്ടെ എന്തുമാവട്ടെ, അവന് പങ്കുകാരില്ല. അതായത് അവന് ഷെയർ ചെയ്യുന്നില്ല, ഗണങ്ങളില്ല, അല്ലെങ്കിൽ അവനക്ക് വേറെ ആളത്തങ്ങളില്ല. ഒറ്റ ആളത്തമേലോ. ഇന്നലെ പെന്തക്കോസ്ത് നിങ്ങളുടെ വിഭാഗത്തിൽ കേട്ടത് ഗണങ്ങളാണ്. 1 ഗണം, 2 ഗണം, 3 ഗണം. 3 ഗണങ്ങൾ ഉണ്ടായത്. ഒരു ഗണമാണ്
പിതാവ്, ഒരു ഗണമാണ് പുത്രൻ, ഒരു ഗണമാണ് പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് ഇപ്പൊ യേശുവിനെ കുറിച്ചായിരുന്നു, യേശുവിന്റെ പുത്രത്തെ കുറിച്ചായിരുന്നു ഇന്നലെ നിങ്ങളുടെ തൃത്വത്തിന്റെ വിശദീകരണം, അത് കേട്ടതാണ്. അപ്പൊ ആ ഒരു ഗണങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല, ഏകനാണ്. അവിടെ ഗണങ്ങളാക്കുവാനോ അല്ലെ വേറെ ആളത്തങ്ങളോ ഉണ്ടാവുന്നില്ല. ആ അർത്ഥത്തിലാണ് തൗഹീദ്. ആ തൗഹീദിലേക്ക് ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റില്ല. അവൻ ആദ്യം മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം. കാരണം പറഞ്ഞാൽ ആ വഴികാട്ടി വേണമല്ലോ, മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയിലൂടെ എത്താൻ പറ്റില്ല, വേണ്ടി ഇബ്രാഹിം നബിയിലേക്ക് എത്തണം. ഇബ്രാഹിം നബി ആരെയാണോ ദൈവമായിട്ട് ആരാധിച്ചത് അവനാണ് ശരിയായത്. ഇസ്മേലെ ഒരു പ്രസംഗ ശൈലിയല്ല ഈ തൗഹീദ് എന്നുള്ള പദം, ഖുറാനികമല്ല. ഈ അറബി ക്ഷേത്രത്തിലിരുന്ന കേൾക്കണം, താങ്കൾ കേൾക്കാത്തതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്നത്. ഞങ്ങളുടെ ചോദ്യം വ്യക്തമായിരുന്നു, പക്ഷെ താങ്കൾ ആ ചോദ്യത്തിലല്ല പ്രതികരിക്കുന്നത്. അതായത് മുഹമ്മദിന് മുമ്പേ ഖുറേശി ഉൾപ്പെട്ടതായ അറബി സമൂഹം ആരാധിച്ചു കൊണ്ടിരുന്ന അറബി ക്ഷേത്രത്തിനകത്തെ ഒരു ബിംബമാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹുവിനോടൊപ്പം നിരവധി ബിംബങ്ങൾ, അതൊക്കെ ഞാൻ വിഷയം പറഞ്ഞ അവിടെ നിന്നാണ് ഈ അള്ളാഹുവിനെ എടുത്ത് മുഹമ്മദ് ഒരു ദൈവമാക്കുന്നത്. ആ ദൈവത്തിന്റെ പുറത്താണ് തൗഹീദ് എന്ന് പറയുന്ന വാക്ക് പുറത്തുനിന്ന് കൊണ്ടത് കയറ്റി വെച്ചത്. താങ്കൾ ഇതിനെയാണ് താങ്കൾ മറുപടി അഡ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ താങ്കൾ ഒരു പദപ്രസംഗം അങ്ങ് പോയി ഇബ്രാഹിമിലേക്ക് പോയി ആ പ്രസംഗമല്ല ആവശ്യം. അത് പറയുമ്പോൾ താങ്കൾ കൃത്യമായിട്ട് തെളിവ് സഹിതം വെച്ച് സംസാരിക്കുക പ്ലീസ്. അള്ളാഹുവിന്റെ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണ് ഒന്ന് പറയുക? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പണ്ഡിതന്മാര് കൃത്യമായിട്ട് പറയുന്നതായ തെളിവാണ് ഞങ്ങൾ പറയുന്നത്, മനസ്സിലാകുന്നുണ്ട്? അല്ല ഞങ്ങളുടെ കാഴ്ചപ്പാടല്ല. തെളിവ് താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് ചാക്കോ പാഷ തെളിവ് വെച്ചിരിക്കും. താങ്കൾക്ക് എന്താ അറിയില്ല, ഞങ്ങൾ തെളിവില്ല ഒന്നും സംസാരിക്കത്തില്ല. ദേവി ഇനി ഇടയ്ക്കല്ല, തെളിവ് വെച്ചതിന് ശേഷം ചാക്കോ പാഷ കംപ്ലീറ്റ് ആയതിനു ശേഷം താങ്കൾക്ക് എത്ര അവസരം വേണം തരാം, ഇനി ഇടയ്ക്കല്ല. അതായത് ഈ അല്ലാഹു എന്നത് അവിടെ എത്ര വിഗ്രഹങ്ങളുണ്ട് താങ്കൾക്ക് അറിയാവോ? ബുഖാരി ഹദീസ് താങ്കൾ വായിക്കണം. ബുഖാരി പിന്നെ 754 ഹദീസ് താങ്കൾ വായിക്കണം, മനസ്സിലായോ? അതുകൂടാതെ ഖുർആൻ 19-20 വായിക്കണം, 71-23 വായിക്കണം. ഇവിടെയൊക്കെ എല്ലാം കൂടെ ചേർന്ന് 10, 12, 13 എണ്ണത്തിന്റെ പേര് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊരെണ്ണമാണ് ഈ അള്ളാഹു എന്ന് പറഞ്ഞത്. അള്ളാഹു ഒരു ബിംബമാണെന്നുള്ളതിനെ സംബന്ധിച്ച് അമാനി മൗലവി പറയുന്നത് ഞാൻ താങ്കളെ വായിച്ചേൽപ്പിക്കാം. അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം വോള്യം 8 പേജ് 5136. അള്ളാഹുവിനെ ഒരു സ്ഥൂല വസ്തുവായി അവർ കണ്ട് അള്ളാഹുവിന് ചുറ്റും അവന്റെ പരിചാരകരായി മലക്കുകൾ നിലകൊള്ളുന്നതായി അവർ സങ്കല്പിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളുടെ ഭാവേന ചെറു പ്രതിമകളും പ്രതിഷ്ഠിച്ച് അവർ അവയെ ആരാധിക്കാൻ തുടങ്ങി. ഇത് മുഹമ്മദ് ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾ പ്രാചീനകാല ക്ഷേത്രത്തിനകത്തിന്റെ സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ അള്ളാഹുവിനെ കൂടാതെ വേറെ 359 359 വേറെ കിടക്കുന്നു. ഇതിനെല്ലാത്തിനും ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നതായ അവിയൽ പരുവത്തിൽ കിടക്കുന്നതായ ക്ഷേത്രത്തിൽ നിന്നാണ് മുഹമ്മദ് ഈ അള്ളാഹുവിനെ എടുത്തു കൊണ്ടുവന്നിട്ട് ഏകനാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ തന്നെ 38-6 അവൻ ചോദിക്കുന്നു, ഇവൻ എല്ലാ ദൈവങ്ങളെയും പിടിച്ച് ഒറ്റ ദൈവമാക്കാൻ പോകുന്ന ചോദിക്കുന്നുണ്ട്. ഇത് അറബികൾ ചോദിച്ചാണ്, പക്ഷെ അള്ളാഹു അതെടുത്ത് അള്ളാഹുവിന്റെ വായിലൂടെ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇങ്ങനെ കൂടിക്കിടന്നതായ ഗണങ്ങൾ, താങ്കൾ പറഞ്ഞ ഗണം എന്ന് പറഞ്ഞ ഗീതാ ഗണം എന്ന് പറയുന്നത് ഒന്നിലധികപ്പെട്ടതായ നിരവധി എണ്ണത്തിനകത്തൊന്നും മുഹമ്മദ് ഒരെണ്ണത്തിന് എടുത്ത് പുറത്തു കൊണ്ടെന്നാണ് ഈ അള്ളാഹു ദൈവമാണെന്ന് പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഇതിനെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് തൗഹീദ് എന്നതിന് ഒരു പരിചയമില്ല. അള്ളാഹുവിന് 3 മക്കളുള്ളതായിട്ട് 59-20 പറയും, മനസ്സിലാകുന്നുണ്ടോ? മാത്രമല്ല ഈ അള്ളാഹുവിന്റെ മനസമാധാനത്തിന് വേണ്ടി അറബികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹദീസ് ഞാൻ വായിച്ചതാ, വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു നാടൻ ദേവന്റെ പോലും ക്വാളിറ്റി ഇല്ലാത്ത ഈ അള്ളാഹുവിനെ മുഹമ്മദ് ദൈവമാക്കുകയും ആ അള്ളാഹുവിന്റെ പുറത്ത് പണ്ഡിതന്മാരായ നിങ്ങളോട് തൗഹീദ് കയറ്റി വെക്കുകയും ചെയ്താണ്. തൗഹീദ് എന്നുള്ള പദം പുറത്തു നിന്ന് മതപണ്ഡിതന്മാർ കൊണ്ടുവന്നാണെന്ന് ഞാനിവിടെ വായിച്ചു, വേണമെങ്കിൽ ഇനിയും വായിക്കാം. അപ്പൊ ഇതിനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ മതപ്രസംഗം നടത്തി അബ്രാഹാമിലേക്ക് പോകരുത്, മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും പറയുന്നത് തൗഹീദ് എന്നത് ഏകൻ എന്നതായ സാധനം അത് മതപണ്ഡിതന്മാർ സൃഷ്ടിച്ചെടുത്തതാണ്. അള്ളാഹുവിന് ഒരു പരിചയമില്ല, അള്ളാഹു എല്ലാത്തിന്റെയും കൂടി ഇടയ്ക്ക് കിടന്നതായ ഒരു ബിംബമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഇതിന് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഈ അമാനി മൗലി എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ഒരു മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട്, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം അല്ലാതെ അതിനു മുമ്പ് ഹദീസുകളിലോ ഖുർആനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമാണങ്ങളിൽ അള്ളാഹുവിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചാക്കോ പാസ്റ്ററിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
അല്ലല്ല, അദ്ദേഹം പറയുന്നത് ഇവരെല്ലാം തന്നെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, ചില റിവായത്തുകളിൽ കാണാമെന്ന് പറയുന്നത്. കാരണം ഈ അമാനി എന്ന് പറയുന്ന ഒരു 2-3 നൂറ്റാണ്ടിന് മുമ്പ്, അല്ല പതിറ്റാണ്ടിന് മുമ്പ്, 10-30 വർഷത്തിന് മുമ്പാണ് ഇതൊക്കെ എഴുതുന്നത്. അല്ലെങ്കിൽ ഒരു 40 വർഷത്തിന് 970 ശേഷം തോന്നുന്നു അദ്ദേഹം തഫ്സീർ എഴുതുന്നത്. അപ്പൊ ഇവരിത് ഫോളോ ചെയ്യുന്നത് ചില റിവായത്തുകളെ ആണ് ഇവർ എടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ റിവായത്തുകളുണ്ട്, അതിനെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്, അതിനെ ഉദ്ധരിച്ചാണ്. അല്ലെങ്കിൽ അത്തരം രൂപായത്തുകൾ ഏതെങ്കിലും ചാക്കോപാസറിന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? കാരണം അള്ളാഹുവിന് വിഗ്രഹമുണ്ട് ആയിരുന്നു എന്നുള്ള ഹദീസുകളോ ദുർബലമായ ഹദീസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇദ്ദേഹം അല്ലാത്ത, നമുക്കറിയാലോ, ഇപ്പൊ നിലവില് ഓരോ മതവിഭാഗങ്ങളിലും നിരവധി പേര് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നു, ഗീതയെ വ്യാഖ്യാനിക്കുന്നു, ഖുറാനെ വ്യാഖ്യാനിക്കുന്നു. ഇയാളൊരു വ്യാഖ്യാതാവാണ്. അയാളുടെ വ്യാഖ്യാനം ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാനൊരു ഓക്കെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അല്ലാതെ ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട പൂർവ്വകാല പണ്ഡിതന്മാർ ആരെങ്കിലും വിഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, കാബാലയത്തിൽ അള്ളാഹുവിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഈ അമാനി അല്ലാതെ ആരെങ്കിലും പറഞ്ഞതായിട്ട് അറിവിലുണ്ടോ? കാരണം നിങ്ങളത് ശ്രദ്ധിച്ച് ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് വിമർശിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. പറയാം. അതായത് ഈ അമാനി മൗലവി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സുന്നികളുടെ വിശ്വാസത്തെക്കാൾ കറതേറുന്ന ഒരു വിശ്വാസമാണ് മുജാഹിദീൻ ഗ്രൂപ്പുകളുടെ വിശ്വാസം. അവർക്ക് ഈ എന്താണ്, പിന്നെ ഖബറിലെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഈ പിന്നെ അള്ളാഹു എന്നതായ ദൈവത്തെ ഒഴിച്ചുള്ള മറ്റൊരു ചടങ്ങിലേക്ക്, അവിടെ ഏകേശ്വര വിശ്വാസം, ഏകദൈവ വിശ്വാസം, അത് അക്ബറിന്റെ ഒക്കെ ശൈലി അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഒരു തഫ്സീർ എഴുതുമ്പോഴത്തേന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? അതും പ്രത്യേകിച്ച് ഈ സുന്നികൾക്ക് പോലും സ്വീകാര്യമായ ഒരു തഫ്സീറാണ് അമാനിയുടെ. ആ തഫ്സീറിനകത്ത് അള്ളാഹു ഒരു വിഗ്രഹമാണെന്ന് വെറുതെ എഴുതി വെക്കുവോ? താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഇനി അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പോയിന്റ്, ഈ അള്ളാഹുവിന് മുഹമ്മദിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിഫ് പിന്നെ നരബലി അർപ്പിക്കാൻ നേർന്നിട്ടുണ്ട്. അത് താങ്കൾക്കറിയാമോ? നരബലി ഈ അള്ളാഹുവിന് അതിപ്പോ ഞാൻ പറയുന്നത് കേട്ട് ഇങ്ങനെ എന്തോ ഒരു അർപ്പിക്കുന്നു. പറയാം, അത് പറഞ്ഞുതരാം. അത് ചില റിവായത്തിനെ എടുത്തുകൊണ്ട് ഇമാം റാസിയുടെ തഫ്സീറിൽ അദ്ദേഹം പറയുന്ന ഇതാണ്: അബ്ദുൽ മുത്തലിഫ്, ഞാൻ വായിക്കുന്നു, അബ്ദുൽ മുത്തലിഫ് മണ്ണിൽ മൂടപ്പെട്ടു പോയ സംസം കുഴിക്കുമ്പോൾ അള്ളാഹു തനിക്ക് അത് എളുപ്പമാക്കുന്ന പക്ഷം ഒരു മകനെ ബലി നൽകാമെന്നും നേർച്ചയാക്കിയിരുന്നു. എന്നാൽ അബ്ദുള്ള എന്ന പുത്രനെ അറക്കണമെന്ന് നറുക്ക് വീണപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മാവന്മാർ അദ്ദേഹത്തെ അതിൽ നിന്ന് തടയുകയും 100 ഒട്ടകങ്ങളെ ബലി നൽകി പുത്രനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. ഇത് എന്താ സംഭവം? ഇത് മുഹമ്മദിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യമാണ്. മുഹമ്മദിന്റെ ബാപ്പാടെ അബ്ദുൽ മുത്തലിഫ്, അദ്ദേഹമാണ് അതൊക്കെ റെഡി തന്നെ. ഇവർ റാസി പറഞ്ഞാണ്, ഞങ്ങൾക്ക് അർത്ഥമല്ല. എന്റെ ചോദ്യം ഇതായിരുന്നു താങ്കൾ എത്ര മണിക്കൂർ സംസാരിച്ചു? നമ്മൾ അത്ര വൈഡായിട്ട് പോകണ്ട. ഈ അള്ളാഹുവിന് വിഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ അമാനി മൗലവി അല്ലാതെ ഏതെങ്കിലും തെളിവുണ്ടോ? അത് മാത്രം പറയും സുഹൃത്തെ. അത് ഞാൻ വേറൊരു തെളിവ് കൊണ്ടുവന്ന താങ്കൾ പറയും അതല്ലാതെ അമാനി മൗലവി കേരളക്കാരനാണ്. എന്തോരം പേര് വ്യാഖ്യാനം എഴുതേണ്ട സുഹൃത്തെ. താങ്കൾക്കൊന്നും അറിയാമെങ്കിൽ ഇത് ഏതെങ്കിലും ഹദീസുകളോ അല്ലെങ്കിൽ ഇമാം റാസിയെ പോലെ അംഗീകരിക്കപ്പെട്ടല്ലോ വേൾഡ്. ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. ഇമാം റാസിയുടെ വായിക്കപ്പം, താങ്കൾ സംസാരിക്കാതെ നിൽക്കുന്നത്, പറയുന്നത് കേൾക്ക്. ആദ്യം ഒന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോ അമാനും അവരുടെ ഒഴിവാക്കി വേറൊരാളെ കൊണ്ടുവരുമ്പോ താങ്കൾ ചോദിക്കും, അതും ഒരു വ്യാഖ്യാതാവാണ്, വേറെ എത്രയോ പേര് ഖുർആൻ വ്യാഖ്യാനിക്കുന്നു, ബൈബിൾ വ്യാഖ്യാനിക്കുന്നു. അതുപോലെ താങ്കൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, കുഴപ്പമില്ല. ഈ അമാനി മൗലി അല്ലാതെ ഏതെങ്കിലും രേഖ താങ്കൾ കണ്ടിട്ടുണ്ടോ? കാബാലയത്തിൽ അള്ളാഹുവിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇസ്ലാമിലോ? ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു പ്രബല സമൂഹമായ ഒരു ഗ്രൂപ്പിന്റെ നേതാവിന്റെ വ്യാഖ്യാനം മാത്രം മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ടതേ. അതെന്തിനാ താങ്കൾ ഞങ്ങളെ അങ്ങനെ പരിശോധിച്ച് ഞങ്ങൾ കണ്ടെത്തണമെന്ന് പറയുന്നത്? കിട്ടിയാൽ ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് അത് മാത്രം മതി. ഒരു വിശ്വാസിയോ, ഇതൊരു പണ്ഡിതൻ എഴുതിയിരിക്കുന്ന, മനസ്സിലായോ? അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത് തർക്കം തീർച്ച. തുടരൂ. അപ്പൊ അങ്ങനെ അവിടെ ഈ സാധനത്തിന്റെ ഈ വിഗ്രഹം വരുന്നിരുന്നു. അപ്പോൾ തന്നെ കുട്ടിദൈവങ്ങളുണ്ട്. അപ്പൊ കുട്ടിദൈവങ്ങൾക്ക് ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ അള്ളാഹുവിന് നരബലി അർപ്പിക്കുമ്പോൾ മറ്റു വിഗ്രഹങ്ങൾക്ക് ഒട്ടകത്തെ അറുത്ത് അതിന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ തലയിൽ പുരട്ടുക. ഇതെല്ലാം മുഹമ്മദിന്റെ കാലത്ത് നടന്ന കാര്യമാണ്. മുഹമ്മദ് മക്ക ജീവിതം നയിക്കുന്ന 13 വർഷം നടന്നുകൊണ്ടിരുന്ന, മനസ്സിലായോ താങ്കൾക്ക്? വല്ല അറിയോ? മക്ക ജീവിത കാലത്തും മുഹമ്മദും ഈ ബഹുദൈവ വിശ്വാസികളോട് കൂടെ ചേർന്ന് അവിടെ അതിന് തവാഫ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അവിടെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ആ ക്ഷേത്രത്തിൽ നോക്കി നിസ്കരിച്ചിട്ടുണ്ട്. മുഹമ്മദിനും തത്വത്തിൽ
തൗഹീദ് എന്ന് പറയുന്ന അറിയത്തില്ല. നിങ്ങൾ മുഹമ്മദിന്റെ മേലെ അടിച്ചേൽപ്പിക്കുക തൗഹീദ്. മുഹമ്മദിന്റെ 13 വർഷത്തെ ജീവിത കാലയളവിൽ തൗഹീദിനൊക്കെ മുഹമ്മദ് ഇഞ്ചിഞ്ചായിട്ട് പൊടിച്ചു കളയുക ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളതായ കെട്ടിവെച്ചതായ തൗഹീദിനെ കുറിച്ചാണ് താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം സംസാരിക്കേണ്ടി വരുന്നത്. മതത്തിലേക്ക് പോയി, ഇബ്രാഹിമിലേക്ക് പോയി, ആദമിലേക്ക് പോകരുത്. നിന്ന് കൃത്യമായിട്ട് താങ്കൾ ആൻസർ പറയണം. പറയൂ. ഓക്കെ. അതായത് കഅബാലയത്തിൽ അള്ളാഹുവിനെ കൂടാതെ അവിടെയുള്ള മുഹമ്മദ് നബിയുടെ പൂർവികർ, പിതാവിന്റെ ഫാദർ അടക്കമുള്ള പൂർവികർ വളരെയധികം വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു. അപ്പോൾ അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അവിടെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവർ പ്രശ്നം വഹിക്കുന്ന അമ്പുകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ നഗ്നമായ ആരാധനകളും ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ഇബ്രാഹിം നബിയുമായിട്ട് ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കൊപ്പം തന്നെ അവിടെ കടന്നുകൂടിയ മറ്റ് ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ആചാരങ്ങൾ നിലനിർത്തുകയും മറ്റ് ജാഹിലിയ, അതായത് ദൈവിക സന്ദേശങ്ങളല്ലാത്ത, ദിവ്യബോധനം അനുസരിച്ചല്ലാത്ത ആരാധനകളും വിശ്വാസങ്ങളും മാറ്റിയെടുക്കുകയാണ് മുഹമ്മദ് നബി ചെയ്തത്. അപ്പോൾ ആ ഇബ്രാഹിമി പാരമ്പര്യമുള്ള എല്ലാ കർമ്മങ്ങളും അന്നും ഇന്നും അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലാണ് മുഹമ്മദ് അനുഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ പൈശാചികമായ, അതായത് ദൈവിക ബോധനത്തോടു കൂടി അല്ലാത്ത പ്രവർത്തനങ്ങളിലൊന്നും മുഹമ്മദ് നബി കക്ഷിയല്ല. ആ ദൈവിക ബോധനം മുഹമ്മദ് നബി കിട്ടിക്കഴിഞ്ഞ ശേഷം മുഹമ്മദ് നബി വ്യക്തമായിട്ടും അത് പരിപൂർണമായിട്ട് തൗഹീദ്, ഏകദൈവത്തിൽ ഇബ്രാഹിം നബിയുടെ ആ കഅബാലയം സൃഷ്ടിച്ച് അവിടെ ആ ആരാധനക്രമം ആരാണോ സെറ്റ് ചെയ്ത ഹജ്ജിന് വേണ്ടി വിളിച്ചത്, ആ മുഹമ്മദ് നബിയുടെ പൂർവികരടക്കം ധർമ്മം ചെയ്തിരുന്ന പോലെ പറഞ്ഞല്ലോ ഈ സംസംഗണർ, അതടക്കം മുസ്ലിങ്ങളുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ആതിര ബീവിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മകൻ ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട ഒരു ദൈവികമായ ഒരു ദൃഷ്ടാന്തമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഈ പറയപ്പെടുന്ന പോലെ അവിടെ ഉണ്ടാകുന്ന വിഗ്രഹങ്ങളെ മുഹമ്മദ് അംഗീകരിച്ചിട്ടില്ല, അവിടെയുള്ള ആരാധനകളെ മുഹമ്മദ് നബി സാക്ഷീകരിച്ചിട്ടില്ല. അതെല്ലാം തെറ്റാണെന്നും ആ കഅബാലയത്തിന്റെ നാഥനായ ഇബ്രാഹിം നബിയുടെ ദൈവം, ആ ദൈവത്തെയാണ് ആരാധിക്കാൻ പറഞ്ഞത്. ആ കാര്യത്തിലാണ് തൗഹീദ് എന്ന് പറയപ്പെടുന്നത്. അല്ല സുഹൃത്തെ, താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്റെ സുഹൃത്തെ, മുഹമ്മദിന് നുബുവത്ത് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഹമ്മദ് ഈ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ ഈ ക്ഷേത്രത്തിനകത്ത് വ്യഭിചാരം നടന്നിട്ടുണ്ട്. താങ്കൾക്ക് വല്ലതും അറിയാമോ? ഈ ക്ഷേത്രത്തിനകത്തേക്ക് ഈ അസാബ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നൈലത്ത് എന്ന് പറയുന്നതായ ഒരു സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ട് വ്യഭിചരിച്ചു. ആ ഇതെന്താ നടക്കുന്നത്? ഇതൊക്കെ പണ്ട് കാലത്ത് എവിടെയോ എന്ന് നടന്ന വ്യഭിചരിച്ചതിന്റെ ഫലമായിട്ട് രണ്ടുപേരും കരിങ്കല്ലായി പോയി. ഈ കരിങ്കല്ലിനെ അറബികളെടുത്ത് സംസം കിണറിന്റെ അടുത്തേക്ക് എടുത്ത് എറിഞ്ഞു. കാലം കുറെ കൂടെ പുരോഗമിച്ചപ്പോഴത്തേന് ആ കല്ലുകളെ വീണ്ടും എടുത്ത് ക്ഷേത്രത്തിനകത്ത് വെച്ചു. താങ്കൾക്കറിയാവോ, 3-ാം ഖലീഫ ഉസ്മാന്റെ ഭാര്യയുടെ പേര് നൈലത്തെന്ന? താങ്കൾക്ക് വല്ലതും അറിയാവോ? ഈ നൈലത്ത് എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ബിംബത്തിന്റെ പേരാ. നിങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഒരു രാമകൃഷ്ണൻ ക്രിസ്ത്യാനിയായ ഉടനെ അവന്റെ പേരങ്ങ് മാറ്റി ഒരു യാഹി അങ്ങാക്കുക. ഇവിടെ പത്തനംതിട്ട 1-2 പേരും മുസ്ലിങ്ങളായല്ലോ, അവരുടെ എല്ലാം പേര് മാറ്റില്ല. എന്താ നിങ്ങളുടെ ഖലീഫമാരുടെ ഭാര്യമാരുടെ പേര് പോലും മാറാം. അവർ ബഹുദൈവങ്ങളുടെ പേര് അവർ ഇട്ടേക്കുന്നത് എന്താ? അവർക്ക് അന്നും ആ ഭക്തിയുണ്ട്. മുഹമ്മദ് ഭരിക്കുന്നവരെ ഭക്തിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നുബുവത്ത് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഹമ്മദ് ഈ ക്ഷേത്രത്തിന് തവാഫ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഒന്ന്. രണ്ടാമത്, മുഹമ്മദ് ഈ ക്ഷേത്രത്തിന് കല്ല് ചുമന്നിട്ടുണ്ട് ക്ഷേത്രം പണിയാനായിട്ട്. താങ്കൾക്ക് വല്ലതും അറിയാമോ? ഈ ക്ഷേത്രം പണിയാനായിട്ട് അപ്പൊ അവിടെ ഇരിക്കുന്ന കുട്ടി വിഗ്രഹങ്ങൾ, ഈ മ്ലേച്ഛ വിഗ്രഹങ്ങൾ ഇരുന്ന ക്ഷേത്രത്തിന് കല്ല് ചുമന്ന് മുക്കാൻ പോയി. കല്ല് ചുമക്കുന്ന കൂട്ടത്തിൽ മുഹമ്മദ് തലകറങ്ങി താഴെ വീണ് നഗ്നനായിപ്പോയി, തുണിയൂരിപ്പോയി. അതൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിക്കണം. അപ്പൊ ഇങ്ങനെ മുഹമ്മദിന്റെ മക്ക ജീവിതകാലത്തും മക്ക ജീവിതകാലം തുടങ്ങുന്നതിന് മുമ്പ് വരെയും മുഹമ്മദ് ഈ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ഒരാളാണ്. മുഹമ്മദിന് തൗഹീദ് എന്ന് പറയുന്നത് മുഹമ്മദിന് അറിയത്തില്ല. നിങ്ങള് ഈ പണ്ഡിതന്മാരെല്ലാം കൂടി അള്ളാഹുവിന്റെ പുറത്തും മുഹമ്മദിന്റെ പുറത്തും തൗഹീദ് അടിച്ചേൽപ്പിക്കുക ചെയ്തത്. ഇതിനെയാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. 13 വർഷത്തെ മുഹമ്മദിന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ എങ്ങോട്ട് നോക്കി നിസ്കരിച്ചത്? മദീനയിൽ വന്നതിന് ശേഷമല്ലേ മുഹമ്മദ് 8-ാം വർഷമല്ലേ, ഹിജ്റാത്ത് 8-ാം വർഷമല്ലേ ഈ ക്ഷേത്രം തകർത്ത് അതിനകത്ത് വിഗ്രഹങ്ങൾ കളയുന്നത്? അതുവരെ മുഹമ്മദ് എങ്ങോട്ടാ നോക്കിയത്? മുഹമ്മദിനോട് മലക്ക് പറഞ്ഞത്, ജിബ്രീൽ എന്ന് നിങ്ങൾ ആരോപിക്കുന്ന മലക്ക് വന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞതെന്ന് അറിയാമോ? മുഹമ്മദേ, ഞാൻ വെള്ളം എടുത്ത് ഉളു ചെയ്യുന്ന പോലെ നീയും വെള്ളം എടുത്ത് ഉളു ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് നോക്കി നിസ്കരിക്കാൻ, മ്ലേച്ഛ ക്ഷേത്രത്തിലേക്ക് നോക്കി നിസ്കരിക്കാനാണ് നിങ്ങളുടെ ജിബ്രീൽ എന്ന് പറയുന്ന ആ ചെങ്ങായി പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിന് അതായിരുന്നു ഇഷ്ടം. മുഹമ്മദിന് 13 വർഷക്കാലം ഈ മ്ലേച്ഛമായ പരിപാടിയെ മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയും, ഒരു മുസ്ലിം സുഹൃത്ത് പറയുക,
മക്ക ജീവിത കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിനെ നോക്കിയാ നിസ്കരിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചാൽ എവിടെ എഴുതിയിരിക്കുന്നു? തെളിവില്ല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. മുഹമ്മദിന്റെ 13 വർഷത്തെ ജീവിതകാലം ഈ ഖുറേഷികളുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ജീവിച്ച അന്ന് ആ കാലഘട്ടത്തിലാണ് മുഹമ്മദ് ലാത്തിയെയും ഉസ്സയെയും മനാത്തെയും ആരാധിക്കാം, അവർ വിശുദ്ധരാണെന്ന് പ്രഖ്യാപിച്ചത്. മക്ക ജീവിതത്തിന്റെ നുബുവത്തിന്റെ 5-ാം വർഷം പറയുന്നത് താങ്കൾക്കറിയാവോ? അപ്പൊ ഇങ്ങനെയുള്ളതായ വസ്തുത ഇതിനകത്ത് നിൽക്കുമ്പോൾ താങ്കൾ വന്നിട്ട് ഇബ്രാഹിം നബിയുടെ ആചാരമാണ്. ഇബ്രാഹിം നബി എന്നുള്ള നബിയാണെന്നുള്ള എന്താ തരും? അത് ആ ക്ഷേത്രത്തിലെ ബിംബമല്ലേ? ആ ക്ഷേത്രത്തിൽ സുഹൃത്ത്, ഒരു ക്ഷേത്രത്തിനകത്ത് നിരവധി ബിംബങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ബിംബത്തെ എടുത്തിട്ട് അതിനൊരു പ്രവാചകത്വം കൽപ്പിക്കാനായിട്ട് ഈ വയനാട്ടിലെ കിടക്കുന്ന ആദിവാസിക്കറിയാം സുഹൃത്തെ? നിങ്ങളെന്താ പറയുന്നത്? അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറ. അദ്ദേഹം എവിടെ ജനിച്ചത്, എവിടെ ജീവിച്ചത്, എവിടെ പ്രവർത്തിച്ചത്, എവിടെ പ്രബോധിപ്പിച്ചത്, എവിടെ മരിച്ചു, എവിടെ അടക്കി? അത് പറയാമോ? അത് പറയാമെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം ആ ക്ഷേത്രത്തിനകത്ത് ബിംബമാണ് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി. അതിനെടുത്ത് മുഹമ്മദിന്റെ ഭാവന കലർത്തി 2 നബിമാരാക്കുകയായിരുന്നു. ഇതിനൊക്കെയാണ് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ സംസാരിക്കേണ്ടത്. ഓക്കെ.